ഓക്കെ. പരിമിതമായ സൗകര്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളുള്ള ദേവി തന്റെ കഴിഞ്ഞ കാലത്തെ വിചിത്രമായ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ജയിലിലൊക്കെ പോയാലും രാവിലെ ചപ്പാത്തിയാണ് 7 മണിയാകുമ്പോഴത്തേക്കും ചപ്പാത്തി കൊണ്ടുവന്ന് തരും. ചപ്പാത്തി ഒന്നിലെ കടല. 7 മണിക്ക് ചപ്പാത്തി കടല. ഇല്ല, നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എന്താ പറയാ, നല്ലൊരു ചായ കിട്ടും. രാവിലെ ചായ എന്തോരം വേണമെങ്കിലും കുടിക്കാം. ചായക്ക് ആവശ്യത്തിനൊന്നും കിട്ടില്ല, നമുക്ക് കിട്ടും. നമ്മുടെ രാഷ്ട്രീയതരവാരില്ല, നമ്മൾ A ക്ലാസ് തടവുകാരാണ്. നമുക്ക് പരിഗണനകളുണ്ട് അവിടെ. പരിഗണനകൾ നിങ്ങൾ കൂടെ കേട്ടോട്ടെ, ഇതൊക്കെ പറയാം ജയിലിലെ കാര്യങ്ങള്. അപ്പൊ രാവിലെ നമ്മൾക്ക് ഞാനിപ്പോ കുറെ വർഷമായില്ല, അത്രയ്ക്ക് എനിക്ക് ഓർമ്മയില്ല. 2004 രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞ ഉടനെ അവിടെ ചായ കിട്ടും. കുറെ കൊണ്ടുവരും. അപ്പം പുരുഷ തടവുകാരാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം. പുറത്ത് അവരത് ഇല്ല. മതിലുകളാണ്. അപ്പൊ ഇവര് രാവിലെ ഇങ്ങനെ കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യണം, പാത്രം നമുക്ക് തരും. ചെല്ലുന്ന ഉടനെ തന്നെ ജയിലിൽ നമുക്ക് ഡ്രസ്സ് തരും. പക്ഷെ നമ്മൾ ഡ്രസ്സ് ഉണ്ട്, രാഷ്ട്രീയ തടവുകാരല്ലേ. വായിച്ചൊരു ചട്ടയും മുണ്ടും പോലെയാണ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന. ആണുങ്ങൾക്ക് വെള്ളയും ഷർട്ടും ഉണ്ട്. ഇത് ഒരു പ്ലേറ്റ്, ഒരു ഗ്ലാസ്, പിന്നെ സോപ്പോ അതൊക്കെ തരുമെന്ന് തോന്നുന്നു. കുളിക്കാനും അങ്ങനെയൊക്കെ സാധനങ്ങളും തോർത്ത് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുമല്ലേ, കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇത് ചപ്പാത്തിയാണ് അവിടുത്തെ. വേറൊന്നും ഉണ്ടായിരുന്നില്ല, ചപ്പാത്തി തന്നെ കൊടുത്തോണ്ടിരുന്നത് എന്തിനാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് മട്ടനൊക്കെ ഉണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ. പിന്നെ നമ്മൾ ഡോക്ടർ നോക്കിയിട്ട് ഇങ്ങനെ ഡയറ്റിന് ഇവർക്ക് കുറച്ച് അസുഖം ഉണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ മുട്ടയും പാലും കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഹോസ്റ്റലിൽ നല്ല ഫുഡായിരുന്നു ജയിലില്. ഇതിന് പുറമെ ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല, പുറത്തുനിന്ന് നമുക്ക് മാസം 400 രൂപ വെച്ച് ഒരാൾക്ക് അടയ്ക്കാം, ഒരാൾക്ക് വേണ്ടി. ഇപ്പൊ എത്രയെന്ന് എനിക്കറിയാം, അത് 100. എന്നിട്ട് ക്യാൻറ്റീൻ വരും അവിടെ. അപ്പം നമുക്ക് പക്കവട, കപ്പലിന്റെ മിഠായി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുതരും. പിന്നെ നമുക്ക് രാവിലെ പത്രമൊക്കെ കിട്ടും. രാഷ്ട്രീയ ഉത്തരവാദിത്തമായതുകൊണ്ട് പത്രം അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടും. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. പിന്നെ ഒരു കൊലപാതക കേസിലെ പ്രതികളുണ്ടായിരുന്നു. പിന്നെ ലൈംഗിക തൊഴിലാളികൾ, പിന്നെ എന്താ പറയുന്നത്, പിന്നെ അങ്ങനെയുള്ള മോഷണ കേസിലെ പ്രതികളുണ്ടായിരുന്നു. ഞാൻ ആദ്യം കരിപ്പൂർ വിമാനത്താവളത്തില് മാധ്യമപ്രവർത്തകർക്കെതിരെ ആക്രമണം നടന്നു. 2004 തോന്നുന്നു. 2004 ഞങ്ങൾ പ്രകടനം നടത്തി. ഞാൻ പ്രകടനം നടത്തി തിരുവനന്തപുരത്ത്. 18 അപ്പിടിച്ചോണ്ട് 24 ദിവസം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡിനെ പിടിച്ച് അവസാനം 24 ആയപ്പോഴാണ് 25 രാവിലെ ഇറങ്ങി. അതായത് ക്രിസ്മസിന്. ആ സുനാമി ഉണ്ടായ വർഷമായിരുന്നു അത്. ഇത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മാനസിക സന്തോഷം. മലയാളം ഔദ്യോഗിക ഭാഷയായ കേരളത്തിലുള്ള ഈ മലയാളി കോഴ്സിൽ മലയാളം മാത്രമേ സംസാരിക്കാവൂ എന്നതാണ് നിയമം ലംഘിച്ചാൽ ശിക്ഷകളുമുണ്ട്. You cannot comment. You don't have a comment. You don't have any right to comment on things. If somebody commented, it's not a comment. If somebody spoke about the thing, I mean, if that thing is wrong, you can always explain. That person should be able to understand. Please come here. ഞാൻ പൊട്ടിച്ചത്, ഞാൻ സഹായിച്ചത്. പൊട്ടിക്കാൻ വേണ്ടി പൊട്ടിക്കുക എത്ര സഹായമാണ്. പണ്ട് മാറിപ്പോകുന്ന ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യം പറയട്ടെ. ഇത്രയ്ക്കും ഭാഷയ്ക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് വ്യക്തിപരമായ വേദന ഉണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ വേദന ഉണ്ടെങ്കിൽ പോലും ഇത് ക്യാമറ ചിത്രീകരിക്കണം. മലയാളം സംസാരിച്ചതിന് തല മൊട്ടയടിക്കുകയും ബെഞ്ചിന്മേൽ കയറ്റി നിർത്തുകയും വായി മൂടിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ആംഗലേയ മാധ്യമ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ ഈ മലയാളി ഹൗസ് കണ്ട് പാഠം പഠിക്കാൻ ഇതൊരു കാരണമാകുമെങ്കിൽ ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കും. മലയാളി ഹൗസിൽ മറ്റു ഭാഷകൾ സംസാരിച്ചതിന് സാക്ഷിക്കും ചിത്രയ്ക്കും ചെറിയൊരു ശിക്ഷ. മലയാളി ഹൗസിൽ
ഇവർക്ക് സംസാരിക്കാൻ ജീവിതം ഒരു മത്സരം. മലയാളി ഭാവത്തിൽ ആ മത്സരം ഇവർക്ക് സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാനും പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ളതാണ്. ഇവിടെ ഇതാ 10 കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള ഒരു നൃത്തമല്ല. ഞങ്ങൾ 5 ഗാനങ്ങൾ ഇവിടെ ഇടും. അവർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഗാനം ഏതെങ്കിലും നടുക്കളത്തിലെ ക്യാമറയിൽ തിരഞ്ഞെടുത്ത് പറയണം. അല്ല, ഒരു മിനിറ്റ് അവർ തരുന്ന പാട്ടിൽ ഇപ്പോൾ അവർ കാണിക്കും 3-4 പാട്ട്. അതിൽ ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ ഈ പാട്ട് എടുത്തോളാം, ഞാൻ ഈ പാട്ട് എടുത്തോളാം, ഞാൻ ഈ പാട്ട് എടുത്തോളാം. ഒരു സിമ്പിൾ പാട്ട് തന്നെ അല്ല, അത് ഒന്നിച്ച് ഇട്ടാൽ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാവും. അത് ഒന്നിച്ച് ഇട്ടാൽ നിങ്ങൾ 5 ആളും ഒന്നിച്ച് ഇവിടെ എത്തിയിട്ട് ശബ്ദം മ്യൂസിക്. അതുമല്ലാണ്ട് എപ്പായാലും രാത്രിയായാലും പകലായാലും കറക്റ്റായിട്ട് ചെയ്യണേ. എല്ലാ സമയത്തും ഓടി വരണേ. 10 കിലോ പായസം വെക്കാം. ചെയ്തില്ലെങ്കിൽ 1 കിലോ പറയും. അല്ലെങ്കിൽ 10 പാട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ 10 കിലോ. മലയാളി ഹൗസിലെ തിരഞ്ഞെടുത്ത നർത്തകര് അവർ തിരഞ്ഞെടുത്ത ഗാനങ്ങൾക്ക് നൃത്തം വെക്കണം. ഓരോ ആളും അവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ നടുക്കളത്തിൽ വന്ന് നൃത്തം ചെയ്യില്ല. അതിൽ പരാജയപ്പെടുന്ന ഓരോ ആൾക്കും അവരുടെ ഓഹരിയായ ഓരോ കിലോ പഞ്ചസാര വീതം നഷ്ടം. എന്നാൽ എല്ലാവരും വിജയിച്ചാലും 10 കിലോ പഞ്ചസാര അവർക്ക് സ്വന്തം. മൂക്കായന്റെ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് എങ്ങനെ ചെയ്യാം? അതന്നെ 3, 4. ഞാൻ എല്ലാവരും കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണ്ടേ? ഓൾറെഡി ഞാൻ പുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ വരാം. എന്താണ് തുറക്കെങ്ങനെ? നമ്മൾ വലിയ പാട്ട് തുറക്കം തരും. ആദ്യ ഗാനത്തിന് നൃത്തം ചെയ്യാൻ ഡാലു കൃഷ്ണൻ. അതൊക്കെ കളിച്ചാൽ ചാലു. രണ്ടാമത്തെ ഗാനത്തിന് നൃത്തച്ചൂടുമായി സന്തോഷ് പാണ്ഡെ. മൂന്നാമത്തെ നൃത്തവുമായി പരദേശിയല്ലോ വേടിച്ചാടി വന്നവളല്ലോ. One, two,
3. प्यार से मेरी तरफ ना देखो, प्यार हो जाएगा. വീണ്ടും വിലക്ക്. നിയമങ്ങൾ വീണ്ടും വീണ്ടും ലംഘിക്കുമ്പോൾ ശിക്ഷകൾ ആവർത്തിക്കപ്പെടും. മറ്റു ഭാഷകളിൽ സംസാരിച്ചതിന് തിങ്കളിലും മലയാളി ഹൗസിൽ സംസാരിക്കാൻ Somebody put tape on fingers over. Well, I will tell you what you're doing. മറ്റു ഭാഷകളിൽ സംസാരിച്ചതിന് ചിത്രയ്ക്കും മലയാളി ഹൗസിൽ സംസാരിക്കാം. 10 കിലോ പഞ്ചസാരയ്ക്ക് വേണ്ടിയുള്ള നൃത്ത മത്സരം തുടരുന്നു. നിയമങ്ങൾ കർശനമാകുമ്പോൾ പ്രതിഷേധങ്ങൾ സ്വാഭാവികം. മലയാളം സംസാരിക്കാത്തവർക്ക് ശിക്ഷ നൽകിയതിൽ പ്രതിഷേധിച്ച് മലയാളി ഹൗസിൽ പ്രതിഷേധ ധർണ. അഭിനന്ദനങ്ങൾ. ആ 10 കിലോ പഞ്ചസാര നിങ്ങൾക്ക് സ്വന്തം. വേണ്ട, മാറ്റുന്നില്ല. ഏതൊരു വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണ്. ഇതാ ഇവിടെയും അടുക്കളയിൽ നിന്നും അരങ്ങിലെത്തിയ ചില പ്രശ്നം. ഒരേ ഒരു വ്യക്തി എനിക്ക് ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്തത് പ്രതിഭട്ടനാണ്. കാരണം പുള്ളിയുടെ ലാംഗ്വേജ് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വോട്ട് ചെയ്യാൻ വരുന്നത് പുള്ളിനായിരുന്നു. സത്യം ഏറ്റവും കംഫർട്ട് ആണുങ്ങള് അപ്പോൾ കേരളം ആണുങ്ങള് പെണ്ണുങ്ങളിൽ എനിക്കല്ല. അപ്പൊ നിന്റെ അഭിനയം ഫലിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ എനിക്ക് നിങ്ങളെല്ലാവരും കംഫർട്ട് അല്ലാത്തൊരു സെക്ഷൻ തോന്നിയത് സാക്ഷ തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല സാക്ഷ ചില കാര്യങ്ങൾ വിചാരിച്ചിട്ട കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആണ്. സാക്ഷ എനിക്ക് പലപ്പോഴും സത്യം സാക്ഷ ചിരിക്കുന്നതുകൊണ്ടുണ്ട്. സത്യം പഠിച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ ആഴ്ചകൾ കിട്ടുകൊണ്ടിരുന്ന എല്ലാവരും ചോദിച്ചിട്ടില്ല.
സോപ്പിട്ടത് അതുകൊണ്ട് കിച്ചന്റെ കാര്യം അല്ലല്ല അവള് പറഞ്ഞത് ആ ഒരു ഡയലോഗ് എനിക്ക് എല്ലാവരും ഗോസിപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മരുന്ന് പക്ഷെ ഏറ്റവും ഗോസിപ്പ് ചെയ്യാൻ അവള് തന്നെ പുറത്ത് എനിക്കറിയുന്നുണ്ട് തിരിച്ചു പോലും ഒരു അക്ഷരം എന്താണ് കഴിച്ചോ അല്ല എന്താണ് ഇവിടെ ഭയങ്കരമായിട്ടങ്ങ് സ്നേഹം ഒലിക്കുകയാണ് അവിടെ തന്നെ ഉണ്ടായി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അടുക്കളയിൽ ഒതുങ്ങുന്നത് ബിക്കോസ് എനിക്ക് ഇതിൽ ഇൻവോൾവ് ആയാൽ ഇത് നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും എന്റെ തല എടുക്കേണ്ട ആവശ്യമില്ല കിച്ചണിൽ ഞാൻ സന്തോഷം സമാധാനത്തോടെ കുക്ക് ചെയ്തിരുന്നോളാം അപ്പം അത് നാച്ചുറലായിട്ട് പുള്ളിക്കാരി ചെയ്യുന്നു നമ്മളെ അടുപ്പിക്കാൻ പുള്ളിക്കാരിക്കകത്ത് താല്പര്യമില്ല ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഡു ഗുഡ് എന്നെ കൊണ്ടും ജയിക്കുന്നില്ല. അപ്പൊ കാണുന്നവരെന്തെന്ന് ചോദിക്കും ഞാനും എന്തോ ആക്റ്റീവല്ല ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പൊ വിടാ നമ്മൾ കൊടുക്കുന്നത് പൊട്ടിക്കട്ടെ 1 മണിക്കൂർ എക്സ്ട്രാ എടുക്കണേ എടുത്തോട്ടെ കുഴപ്പമില്ലല്ലോ അതിനെന്തായാലും നോക്കാമല്ലോ എന്താണ് സംഭവം ഒരാൾ എക്സ്പെരിമെന്റ് ചെയ്താലാണ് ഓരോ കാര്യങ്ങളും എല്ലാവർക്കും ലൈഫിലേക്ക് ഇവിടെ വരുമ്പോൾ എല്ലാവരും എന്തെങ്കിലും പഠിക്കാം. ഇവിടെയാണ് നമ്മുടെ വീട്ടിലെ ജീവിതത്തിലാണെങ്കിൽ അവരവരുടെ ജോലിയുണ്ട് അവരുടെ കാര്യങ്ങൾ ഇവിടെ നിർത്തിയിരിക്കാം നമ്മുടെ ജോലി എന്തെന്നും ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാം. മുറിപ്പെട്ട മനസ്സുമായി കഴിയുമ്പോൾ ചെറിയ കളിയാക്കലുകൾ പോലും വലിയ വേദനകളായി. ഈ വേദനകൾ ഇവരെ എവിടെ എത്തിക്കും? ചില നിർണായക നിമിഷങ്ങൾ. മലയാളം സംസാരിക്കുമ്പോ ഓക്കെ ട്രൈ ചെയ്യാണ് പഠിക്കുകയാണെന്ന് എനിക്കറിയാം, പഠിക്കാൻ ശ്രമിക്കാം. അതൊന്നും ചെറിയ കുട്ടികൾ സമയത്തിനുള്ളിൽ മലയാളത്തിൽ മഹാകാവ്യം എഴുതാത്ത മഹാകവി ആരാണ്? കുമാർ നാശർ. മഹാകവി എഴുതാതെ കുമാർ നാശർ. ബാക്കിയുടെ കവി വള്ളത്തോളും. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഒന്നും എഴുതാത്ത മഹാകവി ഒന്ന് ഇഷ്ടവും ഇഷ്ടക്കേടുകളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ചില മനസ്സുകൾ പൊട്ടിത്തെറിക്കും. ഇത് ഇവിടെ ആശയ്ക്ക് വന്ന ചില നിരാശകൾ, ഒറ്റപ്പെടുത്തലുകൾ ഹൃദയവേദനകളാകുന്ന നിമിഷം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ പ്രേ ചെയ്യാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഹാപ്പി അവിടെ പെട്ടെന്നല്ല നേരത്തെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നീട് ഒന്നും തുറന്നില്ല. ഇവിടെ വന്നപ്പോ എനിക്ക് മലയാളം അറിയില്ല. അതുകൊണ്ട് അതല്ല മലയാളം അറിയത്തില്ല. അപ്പൊ ഇവർ മലയാളത്തിൽ സംസാരിക്കുമ്പോ കുട്ടിത്തം കൊഞ്ചിന് അതില്ലേ. അപ്പൊ അത് ചിത്ര ചേച്ചി എടുത്ത് പറഞ്ഞു ഇവനെപ്പോഴും പറയും. ഇവനെപ്പോഴും പറയും. പറഞ്ഞു. അപ്പൊ ഇവ ഭയങ്കര കൈയടിയും കൂടെ ആയിരുന്നു. ഞാൻ ആരെങ്കിലും ഹേർട്ട് ചെയ്തു? ഇല്ല. ഞാനിവിടെ മലയാളിക്ക് ഇവിടെ സ്വന്തമായിട്ട് എനിക്ക് കരഞ്ഞു. പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ ക്ഷമ. ആർക്ക് നിങ്ങളുടെ പ്രശ്നം അതിനിപ്പോ പ്രശ്നമൊന്നും ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക്
അത് നീ ആളെ എന്റെ ആകെ ഒരു നീ ഇരിക്കും നീ കുറച്ച് നീ അവിടെ എനിക്ക് ഫീൽ ക്രിയേറ്റ് ചെയ്യും മൈ പ്രശ്നം എന്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. നീ അതിന് മലയാളം പറയുമ്പോൾ സംസാരിക്കുന്നത് പ്രശ്നം